പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ എല്ലാം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ സഞ്ചരിക്കും. ബിജെപിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നിരിക്കുന്നു. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റിരിക്കുന്നു. കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പ്രഖ്യാപനം നടത്തി. ബിജെപിയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. ഏകകണ്ഠമായാണ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തതെന്നും കേരളത്തിൽ BJP വലിയ മുന്നേറ്റം നടത്തുമെന്നും സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി. പദവിയിൽ അഭിമാനമെന്ന ചുമതല ഏറ്റെടുത്ത ശേഷം രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളമാണ് ലക്ഷ്യമെന്നും BJPയെ അധികാരത്തിലെത്തിച്ചേ മടങ്ങൂ എന്നും പ്രഖ്യാപനം. നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ, BJP NDAനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് വലിയ മാറ്റമുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളം BJPക്ക് ബാലികേറാമലയല്ലെന്ന് അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞ കെ സുരേന്ദ്രനും പറഞ്ഞു. നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി, അമിത്ഷാജിക്ക് വേണ്ടി, നിർമ്മല സീതാരാമന് വേണ്ടി, ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങെടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം. ഈ നിമിഷം ആ ഊർജം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും സാധിക്കണം. കേരളം BJPക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാലികേറ മലയല്ല, ഇവിടെയും കേരളത്തിലും BJPക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം പുതിയ നായകനൊപ്പം കോർ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും അഴിച്ചുപണി വരും. ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ സീനിയർ നേതാക്കൾക്കൊപ്പം യുവജനങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കും. മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ, കെ സുരേന്ദ്രൻ എന്നിവരുടെ പദവി ദേശീയ നേതൃത്വം തീരുമാനിക്കും. ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ജൂണോടെ പുതിയ സംഘടനാ സെക്രട്ടറിയെ നിയോഗിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലെ ആദ്യ വെല്ലുവിളി. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 24നോട്. വികസനത്തിന്റെ സന്ദേശം എല്ലായിടത്തും എത്തിച്ച് മാറ്റം കൊണ്ടുവരും. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ടീമായിരിക്കും ഉണ്ടാവുക. BJPയിൽ തനിക്കായി ഒരു ടീമും ഉണ്ടാകില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 24നൊപ്പം ചേരുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്കാണ് അങ്ങ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നമ്മളിപ്പോൾ അതിനകത്ത് ചോദിക്കാനുള്ളത്, BJP അല്ലാതെ മറ്റൊരു പാർട്ടി ഇത്രയും വലിയൊരു റിസ്ക്, അതായത് MV ഗോവിന്ദനാണ് ഒരു വശത്ത് നിൽക്കുന്നത്, പരമ്പരാഗത രാഷ്ട്രീയക്കാരനാണ്. ഒരു ഭാഗത്ത് കെ സുധാകരനും VD സതീശനെയും പോലെയുള്ള ആളുകൾ നിൽക്കുന്നു. പക്ഷേ BJP പോലൊരു പാർട്ടി ഒരു കേരള രാഷ്ട്രീയത്തിന് പരിചിതമല്ലാത്ത ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. എന്താണ്, എങ്ങനെയാണ് അങ്ങനെ നോക്കിയത്? അപ്പം ഞാൻ മതിയല്ല പറഞ്ഞത്. ശരി, അല്ല, അതെല്ലാം നോക്കിയിട്ടല്ല ഞങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഞങ്ങളുടെ പാർട്ടി നമ്മുടെ കേരള നാടിന് വേണ്ടി ഒരു മാറ്റവും ഇവിടുത്തെ ഇക്കണോമിക് ട്രജക്ടറിക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു വിഷനുണ്ട്. അതിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കാനും അതിനു വേണ്ടി ജനങ്ങളുടെ അടുത്ത് പോയി BJP NDA ഈ കേരളയിൽ മാറ്റം കൊണ്ടുവരാൻ ഒരു കഴിവുള്ളൊരു പാർട്ടിയും ഒരു മുന്നണിയെന്ന് ഞങ്ങൾ പറയും. അതിൽ ഏത് പാർട്ടീൻ്റെ ഏത് ലീഡറാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഉള്ളത് പെർഫോമൻസ്, പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞ സാധനം അത് ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. മറ്റൊരു 40 കൊല്ലമായിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാരും 50 കൊല്ലമായിട്ട് രാഷ്ട്രീയം ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും.
ഈ പുതിയ ഇന്ത്യയിലും ഈ പുതിയ വികസിത ഭാരതം ഉണ്ടാക്കുന്ന വികസിത് കേരളം വേണ്ട ജനങ്ങൾക്ക് അതല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് പുരോഗതി, വികസനം, അവർക്ക് റെവല്യൂഷൻ, ഐഡിയോളജി, കാൾ മാർക്സ്, ജവഹർലാൽ നെഹ്റു അല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് ഒരു ഭാവി, ഒരു പുത്തൻ കേരള, അതിൽ തൊഴിൽ, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ സ്കിൽസ്, അതിൽ അവസരങ്ങൾ, അതാണ് അവർക്ക് കേൾക്കേണ്ടത്. ഇവരെല്ലാം അവരുടെ റെവല്യൂഷനും അവരുടെ ഐഡിയോളജിയും എല്ലാം പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. എത്രയോ കൊല്ലം നടന്നു. ഞങ്ങളൊരു ഒരു 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 ഡിഫറെൻറ്റ് പാർട്ടിയാണ്. ഞങ്ങളൊരു ഐഡിയോളജി ഒരു ഡിഫറെൻ്റാണ്. ഞങ്ങൾ വികസനം, പുരോഗതിൻ്റെ ഒരു പോളിറ്റിക്സ് ചെയ്യുന്ന ഒരു മുന്നണിയാണ്, പാർട്ടിയാണ്. അത് ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ BJPക്കുള്ളിൽ മാത്രമല്ല ഈ ഒരു മാറ്റം, കേരള രാഷ്ട്രീയത്തിന് തന്നെ ഇതൊരു പുതുമയാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം പോലെയാണ് തോന്നുന്നത് ഇത്. അങ്ങ് എന്താണ് കേരളത്തിന് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഒരു അസസ്മെൻറ്റിലും എൻ്റെയും BJPൻ്റെ ഒരു അസസ്മെൻറ്റിലും കേരള രാഷ്ട്രീയം ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ്. 72-73 കൊല്ലം ഈ കോൺഗ്രസും ലെഫ്റ്റിൻ്റെ ഒരു ജുഗൽബന്ദി എന്ന് പറയുന്ന ഹിന്ദി വേർഡിൽ അവരിങ്ങനെ ഓരോന്നായിട്ട് കളിച്ച് നമ്മളുടെ കേരള നാടിൻ്റെ ഇക്കോണമി എല്ലാം തകർത്ത് ഇന്ന് ഇങ്ങനത്തെ ഒരു സ്ഥിതി, കടമില്ലാണ്ട് സർക്കാർ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആക്കി വെച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും കാണാം. ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ ശമ്പളത്തിന് കാശില്ല, KSRTC കൊടുക്കാൻ കാശില്ല, CPOന് റിക്രൂട്ട് ചെയ്യാൻ കാശില്ല, പെൻഷനേഴ്സിന് കൊടുക്കാൻ കാശില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഈ ഒരു മോഡൽ, അത് കാൾ മാർക്സിൻ്റെ മോഡലാണോ നെഹ്റുവിൻ്റെ മോഡലാണോ ഏത് മോഡലാണെങ്കിലും ഇതിനൊരു ഫ്യൂച്ചറില്ല. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം വേണം. എന്നിട്ട് നോക്കൂ, ഇന്നത്തെ ഈ യുവാക്കൾ അവർ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഈ ഗ്ലോബൽ ചേഞ്ച്, ടെക്നോളജി മേഖലയിൽ എന്തെല്ലാം ചേഞ്ച്, അത് ഇവിടെ ഒരു അവസരമൊന്നും കിട്ടുന്നില്ല. അവരെല്ലാവരും പുറത്തു പോകുന്നു. ഈ ടാലൻറ്റഡ് കുട്ടികൾ പുറത്തു പോകുമ്പോൾ ഇവിടെ പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരില്ല. ഞാൻ എപ്പോഴും പറയും, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് കുട്ടികളും ടാലൻറ്റ് ഉള്ള സ്ഥലത്താണ് പോകുന്നത്. ടാലൻറ്റ് പോകുന്നത് അവസരങ്ങൾ ഉള്ള സംസ്ഥാനത്ത്. അപ്പോൾ ഇവിടെ അവസരങ്ങളില്ലെങ്കിൽ ഇവിടുത്തെ ടാലൻറ്റ് വേറെ എവിടെയെങ്കിലും പോകും. ഇവിടുത്തെ ടാലൻറ്റ് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ലെങ്കിൽ തൊഴിൽ ഉണ്ടാവില്ല, ഇവിടുത്തെ ഇക്കോണമി എക്സ്പാൻഡ് ആവില്ല. അതുകൊണ്ട് ഇതാണ് ഒരു പുതിയ റിയാലിറ്റി. അതിൽ എത്ര കാൾ മാർക്സിൻ്റെ റെലവൻസ് ഉണ്ടോ, എത്ര ജവഹർലാൽ നെഹ്റുവിൻ്റെ റെലവൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ പറയും. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ ഒരു വികസന നായകൻ എന്നൊരു പ്രതിച്ഛായയാണുള്ളത്. പക്ഷേ BJPയുടെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയും കൂടിയുണ്ട്. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അങ്ങ് പ്രതീക്ഷ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടൊന്നും കാണുന്നില്ല. ഞാനൊരു വികസന നായകനൊന്നുമല്ല. ഞാൻ 11 കൊല്ലം നരേന്ദ്രമോദിജി ഒരു ദുർബലമായ ഇന്ത്യൻ ഇക്കോണമീനെ എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയക്കാരനാണ്. എനിക്കറിയാം ഇതാണ് ഒരു പുതിയ രാഷ്ട്രീയം, ഇതാണ് ജനങ്ങൾക്ക് വേണ്ട ഒരു ഭാവി, ഇതാണ് ജനങ്ങൾക്ക് വേണ്ട ഒരു ഫ്യൂച്ചർ, ഡെവലപ്മെൻറ്റ്, തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് നറേറ്റീവ്. ഇതാണ് ഈ വികസിത് ഭാരതം, വികസിത് കേരളത്തിൻ്റെ ഒരു നറേറ്റീവ്. എൻ്റെ ഫീലിങ്ങിലും എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലും BJPയിലെ തോട്ട് പ്രോസസ്സിലും ഒരു കോൺട്രഡിക്ഷനും ഇല്ല. നമ്മൾ ചെയ്യുന്നത് എല്ലാം ഡൽഹിയിൽ നിന്ന് പഠിച്ച് എല്ലാവരും ചെയ്യുന്നത് ഒരേ സമാനം ഇങ്ങനെ ഒരു വികസനത്തിൻ്റെ ഒരു നറേറ്റീവ് എല്ലാ വീട്ടിലും കൊണ്ടുപോയി, എല്ലാ യുവാക്കളും കൊണ്ടുപോയി ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഒരു അവസരം തരുന്നതാണ് ഞങ്ങൾ നറേറ്റീവ്. ഞങ്ങളുടെ ടീം എന്തായിരിക്കും എന്നുള്ള ഒരു ടീമാണ് എൻ്റെ ഒരു ടീമും. ഒരു BJPൻ്റെ ടീമുണ്ടാവും. അത് എൻ്റെ ടീമാണോ വേറെ ആരുടെ ടീമോ അങ്ങനെ ഒരു ടീമും ഇല്ല. ഒരു ടീമുണ്ടാവും. ആ ടീം, ഞങ്ങളുടെ ലീഡർഷിപ്പ് ടീമും എല്ലാവരും ഇരുന്ന് തീരുമാനിച്ച് കൂടെ കൊണ്ടുപോകുന്ന ഒരു ടീമായിരിക്കും. അതിൽ പുതിയ ടീമും പഴയ ടീമും ഒന്നും ഉണ്ടാവും. അങ്ങനെ അവസാന ചോദ്യം, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നു. എന്താണ് ഇലക്ഷൻ, ഈ പാർലമെന്ററി പൊളിറ്റിക്സ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ താങ്കളുടെ ലക്ഷ്യം എന്താണ്? എന്താണ് അങ്ങയുടെ സ്ട്രാറ്റജി? ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ഒരു ലക്ഷ്യം, ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ, നമ്മുടെ കേരളനെ ഒരു പുതിയ ട്രജക്ടറിയിൽ, ഒരു വികസിത കേരളത്തിൻ്റെ ട്രജക്ടറിയിൽ ഇടാനാണ്. അതിനുവേണ്ടി
അധികാരത്തിൽ കൊണ്ടുവരാൻ BJP NDA സർക്കാർ ഉണ്ടാക്കാൻ അത് മാത്രം ഒരു വഴിയാണ് ഈ മാറ്റം കൊണ്ടുവരാൻ. അതുകൊണ്ട് അധികാരം പിടിക്കണം, അധികാരം കിട്ടണം. അതാണ് എനിക്ക് തന്ന ഒരു ദൗത്യം എൻ്റെ ഹൈക്കമാൻഡെന്ന്. അത് കിട്ടുന്നവരെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് ഞാൻ ഇന്ന് രാവിലെ എല്ലാവരോടും പറഞ്ഞു. എല്ലാവിധ ആശംസകളും. തീർച്ചയായും അധികാരം പിടിക്കുന്നത് വരെ എന്തായാലും കേരളത്തിൽ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കും. അതാണ് തനിക്ക് തന്ന ദൗത്യം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എല്ലാവിധ ആശംസകളും. അദ്ദേഹത്തിന് നല്ലൊരു തുടക്കം കേരളത്തിൽ കെട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. ദേശീയ കൗൺസിൽ അംഗങ്ങളായി 30 പേരെ പ്രഖ്യാപിച്ചു BJP. PC ജോർജ്, പത്മജ വേണുഗോപാൽ, KS രാധാകൃഷ്ണൻ, P സുധീർ, ശോഭ സുരേന്ദ്രൻ, C കൃഷ്ണകുമാർ തുടങ്ങിയവർ ദേശീയ കൗൺസിൽ അംഗങ്ങളായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം ദേശീയ കൗൺസിലിലേക്കും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരുന്നു. 30 പേരാണ് പത്രിക നൽകിയതെന്നും എല്ലാവരെയും തെരഞ്ഞെടുത്തതായും വരണാധികാരി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി അറിയിച്ചു. ഔദ്യോഗിക വസതിയിൽ കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശുപാർശ കേന്ദ്ര സർക്കാരിന് കൈമാറി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ജുഡീഷ്യൽ ചുമതലകൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പിൻവലിച്ചു. യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നും CBI ED അന്വേഷണം വേണമെന്നും അലഹബാദ് ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. യശ്വന്ത് വർമ്മയുടെ ജുഡീഷ്യൽ ചുമതലകൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പിൻവലിച്ചതിന് പിന്നാലെയാണ് അസാധാരണ നടപടി. യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള ശുപാർശ കൊളീജിയം കേന്ദ്ര സർക്കാരിന് അയച്ചു. സ്ഥലം മാറ്റാൻ തീരുമാനമെടുത്തിട്ടില്ല എന്നായിരുന്നു അനൗപചാരിക വാർത്താക്കുറിപ്പിൽ സുപ്രീം കോടതി അറിയിച്ചിരുന്നത്. അതേസമയം സ്ഥലം മാറ്റത്തിനെതിരെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു. ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്നാണ് ആവശ്യം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സമിതി അന്വേഷണ നടപടികൾ ആരംഭിച്ചു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സമീപകാലത്ത് പരിഗണിച്ച കേസ് വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിനായി കേസുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം തേടി. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും നോട്ടീസ് നൽകിയെങ്കിലും പരിഗണിച്ചില്ല. 24 ഡൽഹി. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണ്. വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖറിന് ആ പദവിയിൽ, ആ ചുമതലയിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ, ഗംഭീരമായ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്ന പ്രേക്ഷകരെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ SKN നടത്തുന്ന ലഹരിക്കും അക്രമത്തിനുമെതിരായ യാത്ര, അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന, കമൻറ്റുകൾ കുറിക്കുന്ന പ്രേക്ഷകരെ കാണാൻ കഴിയുന്നുണ്ട്. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത വലിയ തോതിൽ പണം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിലുള്ള അന്വേഷണം നടക്കുകയും അതിൻ്റെ സത്യം ജനങ്ങളെ അറിയിക്കുകയും വേണം എന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉറപ്പായും അത് അങ്ങനെ തന്നെയാണ്. ആ പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് അത് നമ്മുടെ നീതിപീഠവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉയർത്തുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ്. അതുകൊണ്ട് അതിൻ്റെ സത്യം എന്താണ് എന്നുള്ള കാര്യം സുപ്രീം കോടതി അന്വേഷിച്ച് അത് ജനങ്ങളെ അറിയിച്ച നീതിപീഠത്തിൻ്റെ വിശ്വാസ്യത സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്ന ആവശ്യം പ്രേക്ഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചില നടപടികളിലേക്കൊക്കെ ഇതിനോടകം സുപ്രീം കോടതി കടന്നിട്ടുണ്ട്. ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ റിപ്പോർട്ട് വിശദമായി കണ്ടിരുന്നു. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമാണ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളാണ്. പാലക്കാട് വാളയാറിൽ ലഹരിയുമായി അമ്മയും മകനും പിടിയിൽ. എറണാകുളം സ്വദേശിയായ അശ്വതി, മകൻ ഷോൺ സണ്ണി, കോഴിക്കോട് സ്വദേശികളായ മൃദുൽ, അശ്വിൻ ലാൽ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരി മരുന്നുകളാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇവർ 4 പേരും ചേർന്ന് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് വാങ്ങിട്ട് വരുന്നുണ്ട്. അമ്മ കാരിയറും അതുപോലെ ഉപയോഗിക്കുന്ന ആളും ഒക്കെയാണ്. അമ്മയ്ക്ക് പണ്ട് മുതലേ ഇതുമായിട്ട് കണക്ഷനുള്ള ആളാണ്. അപ്പം പിന്നെ മൃദുലും ഇവരും കൂടെ ചേർന്നിട്ടാണ് ബാംഗ്ലൂർ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നത്. പാലക്കാട് നിന്ന് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, ഒരു അമ്മയും മകനുമാണ് ഈ ലഹരിയുമായിട്ട് പിടിയിലാവുന്നത് എന്നുള്ളത് വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണ് അതിൻ്റെ വിശദാംശം? എക്സൈസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഈ കോഴിക്കോട് സ്വദേശികളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കാളിത്തം എങ്ങനെയാണ്?
അതായത് ഈ അശ്വതി എന്ന് പറയുന്ന എറണാകുളത്ത് താമസിക്കുന്ന ആ യുവതിക്ക് ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള വിൽപ്പന നടത്തലും അതുപോലെ തന്നെ ലഹരി ഉപയോഗവും ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഈ രണ്ട് യുവാക്കൾ, കോഴിക്കോട് സ്വദേശികളായ രണ്ട് യുവാക്കളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ ഒരു അന്വേഷണം പണ്ട് മുതലേ നടന്നിരുന്നു ആ മേഖലയിൽ. എന്തായാലും എക്സൈസ് ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിലൊരു പരിശോധന ആ മേഖലയിൽ, വാളയാർ മേഖലയിൽ നടത്തിയത്. അങ്ങനെയാണ് വാഹന പരിശോധനയ്ക്കിടെ 12 ഗ്രാം MDMA-യുമായി പിടിയിലാകുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിനോട് എക്സൈസിനോട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് അശ്വതിയും ഈ ഷോൺ സണ്ണിയും മകനും അമ്മയുമാണെന്ന് എക്സൈസ് സംഘം തിരിച്ചറിയുന്നത്. 12 ഗ്രാം MDMA-യാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ കോഴിക്കോട് സ്വദേശികളുമായി ദീർഘനാളായുള്ള പരിചയമുണ്ട്, അടുപ്പമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ അവിടേക്ക് ബാംഗ്ലൂരിലേക്ക് പോയി ഇത്തരത്തിൽ ലഹരി മരുന്ന് കൊണ്ടുവന്ന് കൊച്ചിയിലും അതുപോലെ മറ്റു മേഖലകളിലും കച്ചവടം നടത്തിയെന്ന് ഈ സംഘം സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും എക്സൈസ് ഇപ്പോൾ ഇവരെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലഹരി മരുന്ന് ഇതിനു മുൻപ് കൃത്യമായ രീതിയിൽ എത്ര തവണ കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ രീതിയിലുള്ള മറുപടി ഈ സംഘം നൽകുന്നില്ല. എന്തായാലും മകൻ ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ഇത് കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ ഷോൺ സണ്ണിയെ കടത്തിന് ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അമ്മയും മകനുമാണ്. ഒരു മാതാവ് സമാനമായ രീതിയിൽ മകൻ്റെ ലഹരി ഉപയോഗം കണ്ട് മകനെ പോലീസിൽ ഏൽപ്പിക്കുന്ന വാർത്ത നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. അല്ലെങ്കിൽ അത് വളരെ സന്തോഷത്തോടെ ആ മകനെ രക്ഷിക്കാനാണ് എന്ന് വെക്കാം. പക്ഷേ ഇതൊരു മാതാവ് ആ ലഹരി കടത്തിന് വേണ്ടി ഒരു മകനെ ഉപയോഗിച്ചു എന്നത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. ഇത്തരത്തിൽ ഇനി സംഭവിക്കാതിരിക്കട്ടെ. കൂടുതൽ പരിശോധനകൾ ഇനിയും എക്സൈസും പോലീസും സർക്കാരും തുടരട്ടെ എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. TK. ശരി, പാലക്കാട് നിന്ന് ശ്രീകുമാരൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി നാളെ വാഴിക്കും. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലെ അജാനെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങിന് ആഗമാന സുറിയാനി സഭയുടെ തലവൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയാണ് നേതൃത്വം നൽകുക. വാഴിക്കൽ ചടങ്ങിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ ബെയ്റൂത്തിൽ നിന്ന് ടീം 24 സജ്ജമാണ്. ഉയർന്നു വന്ന വിമർശനങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് പുതിയ കാതോലിക്ക ബാവയെ വാഴിക്കാനൊരുങ്ങുകയാണ് യാക്കോബായ സുറിയാനി സഭ. ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുമ്പോൾ ദേവദാരുക്കളുടെ നാടായ ലെബനോനും ആ ചരിത്ര മുഹൂർത്തത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്നും 400-ലധികം പേരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ബെയ്റൂട്ടിലെത്തിയത്. സഭാചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുന്നവരിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട്. വൈകുന്നേരം ലെബനോൻ സമയം 5 മണിക്കാണ് കാതോലിക്ക വാഴ്ച ചടങ്ങുകൾ നടക്കുന്നത്. അത് ഏകദേശം ഒരു 2 മണിക്കൂർ സമയത്തോളം ശുശ്രൂഷകൾ ഉണ്ടാകും. അതിൽ പ്രധാനമായിട്ടും യാക്കോബായ സുറിയാനി സഭയുടെ നാട്ടിൽ നിന്നുള്ളതായ എല്ലാ ബിഷപ്സും തന്നെ അതിനകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ എല്ലാ മെത്രാപ്പോലിത്തമാരും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ അമേരിക്ക, കാനഡ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെത്തിയവരും ഏറെ. കാലം ചെയ്ത ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ പിൻഗാമിയായാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസിനെ കാതോലിക്ക സ്ഥാനത്തേക്ക് വാഴിക്കുന്നത്. ഈ കാണുന്ന സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയെ പാത്രിയർക്കീസ് ബാവ വാഴിക്കുന്നത്. ചടങ്ങിൽ വിവിധ ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷന്മാരും മെത്രാപ്പൊലിത്തന്മാരും പങ്കെടുക്കും. പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കാളികളാകും. അച്ചാനയിലെ പാത്രിയർക്ക അരമനയിൽ നിന്നും ഗീസ് പീറ്റർ, 24. യാക്കോബായ സഭയ്ക്ക് ചരിത്രപരമായ നിമിഷമെന്ന് ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ 24 പറഞ്ഞു. ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ സ്ഥാനാരോഹണം ആത്മീയമായി സന്തോഷം നൽകുന്നതാണ്. എല്ലാവർക്കും സമാധാനത്തോടെയും ശാന്തിയോടെയും കഴിയാൻ സാധിക്കണമെന്നും പാത്രിയാർക്കീസ് ബാവ 24 പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ബെയ്റൂത്തിൽ നിന്ന് ഗീസ് പീറ്റർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. It's a great pleasure to have you here, I-24, the media from Kerala, from India, to attend with us the consecration of our beloved new Catholicos of India, His Eminence Joseph Maur Gregorius. This is a historical moment for the Church throughout the world, but especially for our people in Malankara. We pray and hope that this will be a blessed occasion, that whatever we do may be for the glory of God's name and for the benefit of our beloved people. I want to assure our people in Malankara of our spiritual care, fatherly love and blessings and prayers on behalf of all of you, and to assure you that we will always be ready to do whatever it takes and to sacrifice anything and everything
for the benefit of our people, people that have witnessed to their faith throughout the centuries with dedication and with love of God and love of the neighbor. And we once again remind our people that our Christian mission is to fulfill Christ's mission, and that is to work for the salvation of the world, to work with everyone in love and in peace. May peace prevail always in our hearts, and may your country, our beloved India, be always great through the dedication of its people and its wise leadership. ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയതിൽ തെറ്റെന്തെന്ന് മോഹൻലാൽ. വഴിപാട് രശീത് ദേവസ്വം ബോർഡിലെ ആരോ ലീക്ക് ചെയ്തതാണ്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും മമ്മൂട്ടിയുടെ ആരോഗ്യത്തിൽ ആശങ്കപ്പെടാനില്ല എന്നും മോഹൻലാൽ പറഞ്ഞു. அப்படின்னு நீங்க பிரார்த்தனை பண்ணியிருக்கீங்க. ஸோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன். ശബരിമല പോയി അവർക്ക് വേണ്ടിയിട്ട് വി ഡിഡ് എ പൂജ. അത് ദേവസ്വം ബോർഡിലെ யாரோ somebody leaked that receipt to the press. அது எதுக்கு சொல்லணும்? இட்ஸ் ஆல் வெரி பர்சனல் அல்ல. உங்களுக்காக ஒராள் ஒரு ப்ரே பண்ணுறது why should you tell? நிறைய பேர் பாருங்க, ஐ வில் ப்ரே ஃபார் யூ എന്നിട്ട് அப்படியே வேற ஏதாவது பேசிட்டு இருக்கும். இஃப் ஐ ப்ரே ஃபார் யூன்னு சொன்னால் யூ மஸ்ட் ப்ரே இல்லையா? ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் அவர், என்னோட ஒரு பிரதர். ஸோ இட்ஸ் நத்திங் ராங், ஹீ இஸ் ஃபைன். அவ்வளோ திஸ் இஸ் அவருக்கு என்னமோ ஒரு சின்ன ஒரு ப்ராப்ளம் இருந்தது, எல்லாருக்கும் இருக்கும், அது மாதிரி தான். നത്തിങ് ടു വറി. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, വിവരങ്ങൾ എന്താണ്, വിശദാംശങ്ങൾ എന്താണ് റഹീസ്? TK എമ്പുരാന്റെ റിലീസിന് വേണ്ടി തമിഴ്നാട്ടിലുള്ള സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഇന്ന് എമ്പുരാൻ ടീം എത്തുകയുണ്ടായി. ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി എത്തിയപ്പോഴാണ് മോഹൻലാലിനോടൊരു ചോദ്യമുണ്ടായത്. ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നല്ലോ, അതിൻ്റെ വഴിപാട് റെസിപ്റ്റൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറഞ്ഞപ്പോഴാണ് അത് തൻ്റെ തീർത്തും സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ശബരിമലയിലെത്തി മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം തൻ്റെ സഹോദരനാണ്, സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ ശബരിമലയിൽ പോയി പ്രാർത്ഥിക്കുമെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്, പക്ഷെ ആരും ചെയ്യാറില്ല. അപ്പോൾ താൻ ആ വാക്ക് കൊടുത്തു, അത് പാലിച്ചു എന്നുള്ളതാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അതിനോട് ചേർത്ത് ഈ ഒരു റെസിപ്റ്റ് താനല്ല ലീക്ക് ചെയ്തത്, അല്ലെങ്കിൽ അത് ദേവസ്വം വകുപ്പിലെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരോ ആണ് ലീക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ ഇന്ന് ചെന്നൈയിൽ പറയുകയുണ്ടായി. മമ്മൂട്ടിക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ചെറിയൊരു അസ്വസ്ഥത, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാൽ അത് മാറി വരികയാണ്, ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇരുവരുടെയും ബോണ്ടിംഗ് ആണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ടത്. അവർ തമ്മിൽ ഇപ്പോഴും പുലർത്തുന്ന സ്നേഹവും ആ ഒരു സൗഹൃദവും ഒക്കെ. ഇനിയിപ്പോൾ എമ്പുരാൻ റിലീസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാട്. മോഹൻലാൽ അതിൻ്റെ തിരക്കിലുമാണ്. റീജിത്ത്. ശരി, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ കർമ്മ പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ. രൂപരേഖ തയ്യാറാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി തല സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. LP ക്ലാസുകൾ മുതൽ തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിനായി ജനകീയ ക്യാമ്പയിന് തുടക്കമിടാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇപ്പോൾ ലഹരിക്കെതിരെ നടക്കുന്ന എല്ലാ പ്രചാരണ പരിപാടികളും സംയോജിപ്പിച്ച് ഏപ്രിൽ മാസം മുതൽ അതിവിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. വിവിധ വകുപ്പുകൾ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമായിരിക്കും. അത് വിമുക്തി മാത്രമായാൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു നടപടി നമ്മളെന്നാണ് ഉണ്ടാകുന്നത്. കുട്ടികളെ കായിക രംഗത്ത് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കും. ഹോസ്റ്റലുകളും പൊതുയിടങ്ങളും ലഹരി മുക്തമാണെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത എൻഫോഴ്സ്മെന്റ് കൂടുതൽ ഫലപ്രദമാക്കും. മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങൾ വാങ്ങാനും സ്നിഫർ ഡോഗുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഓൺലൈൻ ലഹരി വ്യാപാരം തടയാനുള്ള നടപടികൾ ശക്തമാക്കും. എയർപോർട്ട്, റെയിൽവേ, തുറമുഖം എന്നിവ കേന്ദ്രീകരിച്ച പരിശോധന ഊർജിതമാക്കും. കൊറിയറുകൾ, പാഴ്സലുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ തുടങ്ങി കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നുവരുന്ന വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു.
ലഹരി വ്യാപനം ചെറുക്കുന്നതിനായി സമഗ്ര രൂപരേഖ തയ്യാറാക്കുന്നതിനായി സെക്രട്ടറിതല സമിതി രൂപീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാകും സമിതി. രൂപരേഖ മന്ത്രിതല സമിതി ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് പോകും. ഈ മാസം 30-ന് വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷകർത്താ സംഘടനകളുടെയും യോഗവും നടക്കും. 24 തിരുവനന്തപുരം. ചാലക്കുടിയിൽ ഗോവൻ യുവതിയെ മദ്യലഹരിയിൽ കാറടിച്ച് തെറിപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ചാലക്കുടി സ്വദേശി യാസിറിനെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ എന്താണ്? വിഷ്ണു, ഇന്നലെ ഉച്ചയോടെ കൂടിയാണ് കടവന്ത്ര SI റോഡിൽ വെച്ച് ഈ ജസ്ലിൻ എന്ന ഗോവൻ സ്വദേശിയെ കാറിടിച്ച് തെറിപ്പിച്ചത്. പിന്നാലെ മദ്യലഹരിയിലായിരുന്നു യുവാവ് കാർ ഓടിച്ചിരുന്നത്. അയാൾ അവിടെ നിന്ന് പോലീസും ആളുകളൊക്കെ കൂടിയ ഘട്ടത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ഈ യാസിർ എന്ന ചാലക്കുടി സ്വദേശിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഒരു ബൈക്കിനെ ചേസ് ചെയ്യുന്നതിനിടയിലാണ് ഈ ഗോവൻ സ്വദേശിയെ ഇടിച്ചു തെറിപ്പിച്ചത്. പക്ഷേ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. വാഹനത്തിൽ മദ്യക്കുപ്പി അടക്കം കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ യാസിർ ഒളിവിലായിരുന്നു. ഇന്ന് പിടിച്ചിരിക്കുന്നു. ഈ നിലവിൽ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗോവൻ യുവതിയെ കാറടിച്ച് തെറിപ്പിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതി അറസ്റ്റിലായിരിക്കുന്നത്. പഠനത്തിനും ജോലിക്കുമായി കേരളം വിട്ടതോടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചതെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റ കസ്തൂരി അനിരുദ്ധൻ. വർഷങ്ങളായി വിശ്വാസിയാണ്. ശബരിമല പ്രക്ഷോഭത്തിലടക്കം പങ്കെടുത്തിട്ടുണ്ടെന്നും കസ്തൂരി അനിരുദ്ധൻ 24-നോട് പറഞ്ഞു. CPIM നേതാവായിരുന്ന അനിരുദ്ധന്റെ മകനും മുൻ MP A സമ്പത്തിന്റെ സഹോദരനുമാണ് കസ്തൂരി അനിരുദ്ധൻ. CPIMന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു അനിരുദ്ധൻ. അദ്ദേഹത്തിൻ്റെ മകൻ A സമ്പത്തും രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും സുപരിചിതനാണ്, ഭരണരംഗത്തും. എന്തായാലും അദ്ദേഹത്തിൻ്റെ അനിയൻ കസ്തൂരി അനിരുദ്ധൻ, അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അദ്ദേഹം ചേരുന്നുണ്ട്. എന്തായാലും താങ്കൾ പഠനകാലത്ത് SFIയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഏത് ഘട്ടത്തിലായിരുന്നു ഈ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിട്ട് ഒരു ഹൈന്ദവ സംഘടനകളുമായുള്ള സജീവ സഹകരണത്തിലേക്ക് എത്തുന്നത്? കേരളം വിട്ടുപോയപ്പോൾ തന്നെയാണ് ഇതൊക്കെ ഉണ്ടായി വരുന്നത്. കാരണം അവിടെയൊക്കെ ചെല്ലുമ്പോഴേ അനിരുദ്ധൻ സഖാവിൻ്റെ മകനെന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു വിലയില്ല. മനസ്സിലായില്ലേ? ഈ പഠിക്കുന്ന സമയത്തും ചേട്ടൻ MP ആയെങ്കിലും ആരും അറിഞ്ഞിട്ടില്ല ചേട്ടൻ MP ആണ്, അച്ഛൻ പഴയ MP ആണ്. ഈ പ്രതാപമൊന്നും ഇല്ലാതെ ഒരു സാധാരണ ജന്തുവായിട്ടാണ് അവിടെ ജീവിച്ചത്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഈശ്വരനാണ്. സ്വാഭാവികമായി എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഈ ഒറ്റയടിക്ക് ജില്ലാ പ്രസിഡന്റ് എന്നുള്ള പദവിയിലേക്ക്, ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് എത്തില്ല. സ്വാഭാവികമായി താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഈ സമീപകാലങ്ങളിൽ ഹിന്ദു ഐക്യവേദി ഏറ്റെടുത്ത പല പ്രവർത്തനങ്ങളും, ഒരുപക്ഷെ ശബരിമല പ്രക്ഷോഭ സമയത്തിലടക്കം, ആ സമയങ്ങളിലെല്ലാം എന്ത് നിലപാടായിരുന്നു? ശബരിമല പ്രക്ഷോഭ സമയത്ത് ഞാൻ ആക്റ്റീവായിട്ട് അതിൻ്റെ കൂടെ നിന്നാണ്. അന്ന് ഹിന്ദു ഐക്യവേദിക്കാരോ RSSകാരോ മാത്രമല്ല പ്രക്ഷോഭത്തിൽ ഇറങ്ങിയത്. അന്ന് കേരളത്തിൽ വളരെ സംഘടിതമായ പല അപ്രതീക്ഷിതമായ മേഖലകളിൽ നിന്നും ഹിന്ദുക്കൾ സംഘടിച്ച് അതിലേക്ക് വന്ന ഒരു സമയമാണ്. അതിൽ തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നത് A സമ്പത്തിൻ്റെ വീടാണ്. അദ്ദേഹവുമായിട്ട് നിരന്തരം കോൺടാക്ട് എന്തായാലും ഉണ്ടാകും. സ്വാഭാവികമായി എപ്പോഴെങ്കിലും തിരുത്താൻ അല്ലെങ്കിൽ ഈ അങ്ങനെ പോകരുത് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങോട്ട് തിരുത്തിയാൽ ഞാൻ അങ്ങോട്ട് തിരുത്തുമെന്ന് അദ്ദേഹത്തിനും അറിയാം. പിന്നെ ഇതൊരു ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള വേദിയിൽ നിൽക്കുന്നതുകൊണ്ട് സ്ട്രോങ് ബേസിൽ നിൽക്കുകയാണിത് രണ്ടുപേരും. ആലപ്പുഴ ജില്ലയിലെ 2ാം ദിവസ പര്യടനത്തിൽ SKN40 കേരള യാത്രയ്ക്ക് ഊഷ്മള സ്വീകരണം. വിവിധ കേന്ദ്രങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് യാത്രയെ വരവേറ്റത്. പുന്നമടക്കായലിന്റെ കാറ്റേറ്റായിരുന്നു യാത്രയുടെ തുടക്കം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആലപ്പുഴ DYSP മധു ബാബു യാത്രയുടെ ഭാഗമായി. ഇപ്പോൾ സ്കൂളുകളിൽ നമ്മൾ എൻ്റെ സൈക്കോളജിക്കലായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കുട്ടികളിൽ മിക്കവരും അവരുടെ ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് കാരണമാണ് ഇത് ഉണ്ടാകുന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തി വരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും ഹൗസ് ബോട്ട് ഉടമകളുടെ സംഘടനകളും ഉൾപ്പെടെ ലഹരി വിരുദ്ധ പോരാട്ടത്തിലൊപ്പം ചേർന്നു. ചകുവര ജെട്ടി, MLA ജെട്ടി, ഇളങ്കാവ് ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലും കായൽ യാത്രയിലൂടെ SKN40 സന്ദർശനം നടത്തി. തീരദേശ മേഖലയിലെ ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥൻ S ബിനു. ഉച്ചയോടെ ആലപ്പുഴ മിനർവ കോളേജിൽ കേരള യാത്രയെത്തി. എക്സൈസ് ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണർ വിനോദ് കുമാർ യാത്രയെ സ്വീകരിച്ചു. ചേർത്തല KVM നഴ്സിംഗ് കോളേജിലും യാത്രയ്ക്ക് സ്വീകരണം. നമ്മുടെ വരാന്തകളിൽ, നമ്മുടെ കലാലയത്തിൻ്റെ വരാന്തകളിലും സ്കൂളിൻ്റെ വരാന്തകളിലും ഒക്കെ തന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാൻ ആളുകൾ വരും. അവർ ചില മിഠായി നിങ്ങൾക്ക് വെച്ച് നീട്ടിയെന്ന് വരും. നിങ്ങൾ ലഹരി മിക്സ് ചെയ്തിട്ടുള്ള ഈ മിഠായി കഴിച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ അറിയാതെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി പോകും.
7:30 തുറവൂരിൽ സമാപന സമ്മേളനത്തോടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം അവസാനിക്കും. നാളെ വൈക്കത്തു നിന്ന് കോട്ടയം ജില്ലയിലെ പര്യടനം ആരംഭിക്കും. 24 ആലപ്പുഴ. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. കാണാം വാൽക്കഷണം. കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗങ്ങളിലും മീറ്റിംഗുകളിലുമെല്ലാം ഭരണം പിടിക്കാനുള്ള കർശനമായ തീരുമാനങ്ങളാണ് കെ സുധാകരനും വി ഡി സതീശനുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ നേതൃത്വവുമായി BJPയും സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് CPIMും കളം നിറഞ്ഞു നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരുക്കങ്ങൾ എന്തെല്ലാം? കാണാം M. അഫ്സൽ തയ്യാറാക്കിയ വാൽക്കഷണം. അല്ല, CPM ഒരു സമ്മേളനം കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. BJPക്കാരിതാ പുതിയ ആൾക്കാരെ കളത്തിലിറക്കണു. നിങ്ങളെന്താ പരിപാടി? അധികാരം വേണ്ടേ? വേണ്ടേ? സുധാകരനൊക്കെ അധികാരമില്ലാതെ മടുത്ത് നിൽക്കുകയാണ്. 8 വർഷം ഭരിക്കുന്നു, 8 വർഷമായി പിണറായി വിജയൻ ഭരിക്കുന്നു. ഇതിലാർക്കേലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? വേറിട്ടൊരു അഭിപ്രായം ഉണ്ടോ ഔദക്കുട്ടിക്ക്? മുഴുവൻ ആളുകളുടെ അഭിപ്രായം ഇതാ. അല്ല, ഈ അഭിപ്രായം പറഞ്ഞ് ഭരണം കിട്ടുന്നത് ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന കാര്യം നടക്കുവോ? അപ്പൊ തെരഞ്ഞെടുപ്പ് ജയിക്കണം. നിങ്ങളിങ്ങനെ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു മൂന്നാമതും വരുന്നാണ് ഇപ്പൊ പറയണത്. ഇനി ഒരൊറ്റ തവണ അധികാരത്തിൽ വന്ന കേരളം ബംഗാള് പോലെ ആവും. താഴെ ഇറക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് മുഖ്യമന്ത്രി ആവേണ്ട ലിസ്റ്റ് അല്ലാതെ വേറെ വല്ല ഐഡിയയും കയ്യിലുണ്ടോ? UDF ജയിക്കണം. ഉറങ്ങുമ്പോ വരെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ജയിച്ചേ മതിയാവും. അങ്ങനെ പറയണ്ട. ആഗ്രഹം വെക്കണീന് തെറ്റൊന്നുമില്ലല്ലോ. ജയിച്ചേ മതിയാവും. 1 വട്ടം 2 വട്ടം 3 വട്ടം സതീശേട്ടൻ 3 വട്ടം പറഞ്ഞിട്ടും ആർക്കും ഒന്നും പറയാല്ലേ? അല്ല, അങ്ങനെ അനക്കല്ല എന്ന് പറയരുത്. ഇങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുന്നു സുധാകരേട്ടൻ. കേട്ടില്ലേ? ഓട്ടം കൊണ്ട് കാര്യമുണ്ടോ? ഓടിയാ വോട്ട് കിട്ടുമോ സതീശേട്ടാ? തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഉള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത്. മുന്നൊരുക്കങ്ങളൊക്കെ മൂപ്പര് വേണ്ടോളം എടുത്തിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിലെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുധാകരേട്ടാ, ഓട്ടം കൊണ്ട് മാത്രം കാര്യമല്ലാന്ന് മുന്നൊരുക്കം നടത്തണമെന്ന്. രാവിലെ 7 മണി 8 മണിക്ക് ഓട്ടം തുടങ്ങിയാൽ രാത്രി 12 മണി വരെ ഓടുന്നത് എന്തിനാ? നിങ്ങളെ ഇങ്ങനെയൊന്നും കിട്ടാനില്ലേ? മൂപ്പര് രാവിലെ 7 മണി മുതൽ കതറ് വിട്ടുകൊണ്ട് വീടാന്തരം ഓടുന്നുണ്ട്. അപ്പൊ ഭരണം കിട്ടിയായിരിക്കും അല്ലേ? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ നല്ല വെള്ളക്കതറും വെള്ളം മുണ്ടും എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല. അപ്പൊ കതറുകൊണ്ട് മാത്രം കാര്യമില്ലാന്ന് മനസ്സിലായി. നിങ്ങൾക്ക് നല്ല സമയമാണ്, സാഹചര്യമാണ്, അതെന്റെ പ്രിയപ്പെട്ടവർ ഉപയോഗിക്കണം. സതീശേട്ടാ, മൂപ്പര് നല്ല ആത്മവിശ്വാസത്തിലാണ്. കതറിട്ട് ഒന്നങ്ങോട്ട് ഇറങ്ങിയാല് വോട്ട് പെട്ടിയിലാക്കി ഇങ്ങോട്ട് പോരാന്നാണ് മൂപ്പര് വിചാരിക്കുന്നത്. അപ്പൊ ചിലപ്പോ നമ്മളെ ദൂരെ നിന്ന് ആകുമ്പോ തന്നെ വാതിലടയ്ക്കും, ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും. സുധാകരേട്ടൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ കതറിട്ടോരെ കണ്ട വാതിലടക്ക്. ആ, കതറിട്ടോരെ കണ്ടാല് വാതിലടക്കണ കാലം പോയിന്ന്. ഇത് പുതിയ കോൺഗ്രസ് ആണ്. നമ്മളിലൂടെ ഒന്നും അല്ല കോൺഗ്രസിനെ ഒന്നും ആരും നോക്കി കാണുന്നത്. അപ്പൊ കോൺഗ്രസിനെ നോക്കിക്കാണുന്ന പുതിയ ആളുകളെ രംഗത്തിറക്കോ അതോ സുധാകരേട്ടൻ പറഞ്ഞ പുതിയ കാലത്തെ കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. വാൽക്കഷണത്തോടെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.